നമസ്കാരം. നമ്മുടെ ഞാനൊരു മലയാളി യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈരാറ്റുപേട്ടയ്ക്ക് സമീപം മേലുകാവ് മറ്റുമാണ്. ഇവിടെ നമ്മൾ ഡോക്ടർ സെലിൻ മേഡത്തിൻ്റെ റംബൂട്ടാൻ തോട്ടമാണ്, ഓർഗാനിക് തോട്ടമാണിത്. 20 ഏക്കറോളം ഉണ്ട്. അതിലാണ് നമ്മൾ റംബൂട്ടാൻ്റെയാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. ഇത്രയും നല്ല കളറിലും സൈസിലും ഒക്കെ നമുക്ക് റംബൂട്ടാൻ ഓർഗാനിക് കൃഷിയിൽ നമുക്ക് ഇത് വിളയിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ രീതികളൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഈ കൃഷി ഇത് നടീൽ രീതികളെല്ലാം തന്നെ നമുക്ക് വീഡിയോക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഈ പ്രത്യേകിച്ച് ഡ്രോപ്പിങ്, ഫംഗൽ അറ്റാക്കുകൾ, ഈ കുമിള് രോഗങ്ങൾ കൂടുതലായിട്ട് ഇതിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിനേക്കുള്ള പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ട്, ഇൻപുട്ടുകളായിട്ട് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഒരു നമുക്ക് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇത്രയും വലുപ്പത്തിലാണ് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. നല്ല ഷൈനിങ് ആയിട്ട് തന്നെ കിട്ടും. ഇതൊക്കെ ഒരു വിരൽ വലുപ്പം തന്നെ നമുക്കുണ്ട്, വലുപ്പമുണ്ട്. കണ്ടോ, ഓക്കെ. ഈ രീതിയിൽ ഇങ്ങനെ നിൽക്കും. പൊട്ടിച്ച് നമുക്ക് നോക്കാം. കണ്ടോ, ഇങ്ങനെ നല്ല വലുപ്പത്തിൽ ജ്യൂസി ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള നല്ല ഫ്ലഷാണ് കിട്ടുന്നുണ്ട്. ഇത് കണ്ടോ, അതിനുമുണ്ട് ആ സെയിം വലുപ്പം തന്നെ ഉണ്ട്, ആണ് നമുക്ക് കാണേണ്ടത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാണ്. ഓർഗാനിക് ആയതുകൊണ്ട് അതിൻ്റെ ആ ഗുണവും ഇതൊക്കെ കൂടും. നല്ല ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളത്തിന് പോലും നമുക്ക് തേൻതുള്ളി വരിക്കയുടെയൊക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കുരുവിൻ്റെ വലിപ്പമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. വളരെ ചെറിയ കുരു. നോക്കിക്കേ, അത്രയും ഒരു 1-2 ഗ്രാമേ ഉള്ളൂ ഇതിന് തൂക്കം വരുന്നുള്ളൂ. ഇത്രയും ചെറിയ കുരുവാണ് ഇതിനുള്ളത്. അപ്പോൾ വാങ്ങിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫുൾ അയാൾക്കിത് എഡിബിളാണ്, ഈറ്റബിളാണ്. അതാണ് ഏറ്റവും വലിയ ഗുണം. കേടൊന്നുമില്ല, ഏർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് റംബൂട്ടാൻ. വലിയവർക്കും മുതിർന്നവർക്കും എപ്പോഴും കഴിക്കേണ്ട ഈ സീസണിൽ ഒരു സീസണൽ ഫ്രൂട്ടാണ്. ഈ സീസണിൽ ഡെയിലി നമ്മളൊരു 5-6 ആഴ്ച ഡെയിലി കഴിക്കുകയാണെങ്കിൽ അത്രമാത്രം ഇമ്മ്യൂണിറ്റിയും ഒക്കെ നമുക്ക് കിട്ടും. ആൻറ്റി ഓക്സിഡൻ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ചർമ്മകാന്തി കൂട്ടാനും ഇത് ക്യാൻസർ സാധ്യതയൊക്കെ അകറ്റി നിർത്താനൊക്കെ ആയിട്ട് ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന ഈ റംബൂട്ടാൻ കൃഷിയിലേക്ക് ധാരാളം ആളുകൾ ഇനി എത്തേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള മാർക്കറ്റിംഗ് ആർക്കും പേടിക്കേണ്ട. സർക്കാർ തലത്തിൽ തന്നെ മുൻകൈ എടുത്ത് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തോട്ടം BPKP ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു കമ്മ്യൂണിറ്റിയുടെ ഗ്രൂപ്പുണ്ട്. ഇന്ത്യയിലെ ഓൾ ബയേഴ്സുമായിട്ട് നമുക്കൊരു കോൺടാക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബയേഴ്സ് അവരൊരു വിലയിട്ട് തന്നെ വാങ്ങിക്കും.